എത്രയും സ്നേഹമുള്ള പനക്കലച്ചന്, ഞാൻ ആനി ഫിലിപ്പ്, എൻ്റെ ഭർത്താവ് ഫിലിപ്പ് തോമസ്. ഞങ്ങൾക്ക് 2 പെൺമക്കൾ. ഇതിലാദ്യത്തെ മകൾക്ക് വിവാഹത്തിൽ ഒരു മകനുണ്ട്, സന്തോഷമായി കഴിയുന്നു. രണ്ടാമത്തെ മകൾ അനു റേച്ചൽ. അവൾ എംടെക് വരെ പഠിച്ചു. വിവാഹം 28-ാം വയസ്സിൽ ജെറിൻ ജോസഫ് എന്ന യുവാവുമായി നടന്നു. ഇവർ ഇപ്പോൾ ദുബായിൽ 3 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു. ജെറിൻ ജോസഫ് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ച് താമസിക്കുന്നുവെങ്കിലും മകളുമായി ഒരു സഹകരണവുമില്ല. ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നത് ജെറിൻ മദ്യപിക്കുകയും ദുർമാർഗികളായ കൂട്ടുകാരുമായും ചുറ്റിത്തിരിയുകയുമാണ്. മകൾ ജോലി കഴിഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ശണ്ട കൂടുകയും വെളിയിൽ പോയി കറങ്ങി എന്തു ചെയ്യുന്നതെന്നറിയില്ല. പാതിരായ്ക്ക് വന്ന് കയറി ഭക്ഷണം കഴിക്കും, വെറും മൃഗത്തെ പോലെ കിടന്നുറങ്ങും. രാവിലെ ഓഫീസിൽ പോകും, പിന്നെയും വരും. മോളുമായി ഒരു സന്തോഷവർത്തമാനമോ സഹകരണമോ പ്രാർത്ഥനയ്ക്ക് കൂടുകയോ യാതൊന്നുമില്ല. മകൾക്ക് മിക്കപ്പോഴും തലവേദന ശല്യം ചെയ്യും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാമെന്നാണ് മിക്കപ്പോഴും പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 3-ാം വർഷമായിട്ടും ഒരു കുഞ്ഞ് വേണമെന്നോ അതിനുള്ള ഒരു സഹകരണമോ മകളുമായിട്ടില്ല. ജീവിതം ദുസ്സഹമായി മകൾ ഇപ്പോൾ നാട്ടിൽ പോരുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ഭവനം ചെറിയ കുടുംബമാണെങ്കിലും ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കുന്നവരും സന്ധ്യാപ്രാർത്ഥനകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഇളയ മകൾ വളരെയധികം മനോവ്യഥ അനുഭവിക്കുന്നു. ഞങ്ങൾ 2 പേരും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു രൂപവുമില്ല. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു വഴി കാണിച്ച് തരണം. അച്ഛൻ അതിന് കഴിയുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഇവർക്കൊരു കുഞ്ഞുണ്ടാവാനും ഇവർ സ്നേഹത്തിൽ ഒരുമിക്കുവാനും ഒരു സമാധാനമായ കുടുംബമായി ജീവിക്കുവാനും അച്ഛൻ പ്രാർത്ഥിക്കണം. മകൾക്കുണ്ടാകുന്ന തലവേദന അസഹനീയമാണ്. ഗുളിക തിന്നും മടുത്തു. ഇതിനൊരു മാറ്റത്തിന് പ്രാർത്ഥിക്കണം. സ്നേഹപൂർവം, ആനി ഫിലിപ്പ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്തിൽ നമ്മൾ കാണുന്നത് മെറിൻ ജോസഫിൻ്റെയും അനു റേച്ചലിൻ്റെയും 3 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ്. ഇതിൽ പറഞ്ഞതനുസരിച്ച് അനു റേച്ചലുമായി മെറിൻ ജോസഫ് ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിലും ശരിക്കുള്ള ഒരു ദാമ്പത്യ ജീവിതമോ ശരിക്കുള്ള ഒരു സ്നേഹ ജീവിതമോ ഭാര്യ ഭർത്താക്കന്മാർ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ആ വിശ്വസ്തതയും ഇതൊന്നും കാണിക്കുന്നില്ല എന്നാണ് ഈ ലെറ്ററിലൂടെ നമ്മൾ വായിച്ചറിയുന്നത്. എഴുത്തയച്ചിരിക്കുന്നത് അനു റേച്ചലിൻ്റെ അമ്മയാണ്. അമ്മ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ ലെറ്റർ തീർച്ചയായിട്ടും സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനു റേച്ചലിൻ്റെ അമ്മയോട് പറയാനുള്ളത്, ഈ പറഞ്ഞ എഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ നോക്കുമ്പോൾ അമ്മച്ചിയുടെ മകള് 3 വർഷമായി വിവാഹം കഴിച്ചിട്ട് 3 വർഷമായി. ഈ 3 വർഷവും അവൾ ദുഃഖത്തിലാണ്, വേദനയിലാണ്. അതുകൊണ്ട് ആദ്യം അമ്മച്ചി ചെയ്യേണ്ടത് ഈ അനു റേച്ചലിനെ നമുക്ക് ആ ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി നല്ല സമാധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നതാണ്. കാരണം അവൾ അതുപോലെ ദുഃഖത്തിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാനസിക രോഗി വരെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. അപ്പം അതിനാൽ എങ്ങനെയാണ് നമുക്ക്
അവളുടെ ദുഃഖത്തിൽ നിന്ന് അവളെ നമുക്ക് മോചിപ്പിക്കുവാനായിട്ട് കഴിയുക. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷവും അവൻ്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. പ്രഭാഷകൻ പറയുന്നതിനനുസരിച്ച് ഇപ്പോൾ ദുഃഖം വന്നാൽ നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അത് കൂടുതൽ ഒരു വ്രണം പോലെയാവണം മനസ്സിൽ. അത് മരണകാരനാണെന്നാണ് പ്രഭാഷകനിലൂടെ പറയുന്നത്. ഓക്കെ. വീണ്ടും ബാറൂക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 3 വരെ. ജെറുസലേം, നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക. ദൈവത്തിൽ നിന്നുള്ള നീതിയുടെ മേലങ്കി ധരിക്കുക. നിത്യനായവൻ്റെ മഹത്വത്തിൻ്റെ കിരീടം ശിരസിലണിയുക. ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ദൈവം നിൻ്റെ തേജസ് വെളിപ്പെടുത്തും. അപ്പോൾ നമുക്ക് അനുറയിച്ചനോട് പറയാനുള്ളത്, അമ്മച്ചി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതും ഈ മകളെ ഈ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. നമുക്കറിയാം, ഈ കുട്ടി ഇങ്ങനെ 3 വർഷത്തെ അവളുടെ ഈ വിവാഹ ജീവിതത്തിൽ അവൾക്ക് അല്പം പോലും ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് അവൾ ആ കാര്യമെല്ലാം അവളുടെ മനസ്സിൽ ഓർത്ത് എല്ലാ ദിവസവും അവൾ ദുഃഖത്തിലും വേദനയിലും ആയിരിക്കാനാണ് സാധ്യത. അവൾ ചിന്തിക്കുന്നു, എൻ്റെ ജീവിതം ഏതാണ്ട് എൻ്റെ ജീവിതം പാഴായിപ്പോയി, എൻ്റെ വിവാഹ ജീവിതം തകർന്നു. ഈ മെറിൻ ജോസഫിൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ഈ 3 വർഷമായിട്ടും യാതൊരു പുരോഗതി ഇല്ലാത്തതുകൊണ്ട് എന്തായാലും എൻ്റെ ഭാവി ഇതുവഴി തകർന്നു പോയിരിക്കുകയാണ്. എനിക്കിനി ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ജെറിൻ ജോസഫ് അനു റേച്ചലിനോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്തെല്ലാം വേദനാജനകമായ രീതിയിലുള്ള സമീപനമാണ് കാണിക്കുന്നത് എന്നതിനേക്കാൾ ഉപരിയായി ഈ അനു റേച്ചൽ ഈ വേദനാജനകമായ സാഹചര്യത്തെ കുറിച്ച് തന്നോട് തന്നെ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വളരെ കാര്യമായ രീതിയിൽ അനു റേച്ചലിനെ ബാധിക്കും. നമുക്കറിയാം, സ്വാഭാവികമായി അനു റേച്ചൽ തന്നോട് തന്നെ പറയാനുള്ള വാചകങ്ങൾ, ഞാൻ തകർന്നു, എനിക്കൊരു ഭാവിയില്ല, ഞാനൊരു നിർഭാഗ്യവതിയാണ്, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവൾ തന്നോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കുക, ഇതെല്ലാം അവളെ തളർത്തുന്ന വാചകങ്ങളാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകം മുഴുവനും നമ്മളെ തളർത്തുന്ന രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്താലും നീ ഒരിക്കലും നിന്നെ തളർത്തുന്ന രീതിയിൽ നിന്നോട് പറയരുത്. നീ നിന്നോട് തളർത്തുന്ന രീതിയിൽ സംസാരിച്ചാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ, നിന്നെ പൊക്കിക്കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി കൃത്യമാക്കാം. മറ്റുള്ളവർ നമ്മളെത്ര ദ്രോഹിച്ചാലും അതിൻ്റെ വേദനയിൽ നമ്മളെ തന്നെ വേദനിപ്പിച്ചാൽ ആർക്കും നമ്മെ രക്ഷിക്കാൻ പറ്റില്ല എന്ന്. അതെ, മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മേൽ ഒരധികാരമില്ല. എന്നാൽ നിന്നോട് നിന്നെ തളർത്തുന്ന വിധത്തിൽ, നിരാശപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കുമ്പോൾ അത് നിൻ്റെ അധികാരത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിനക്ക് അവിടെ തിരുത്താൻ സാധിക്കും.
ഞാൻ ഒരിക്കലും എന്നെ തളർത്തുന്ന വിധത്തിൽ എന്നോട് സംസാരിക്കുകയില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ നിനക്ക് കഴിയും. ഇനി ഞാൻ എന്നെ തളർത്തുന്ന വിധത്തിൽ സംസാരിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നു, ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതൊരു സൂയിസൈഡൽ തോട്ടാണ്, ആന്തരിക ആത്മഹത്യ. അതെ, അത് ആ തോട്ട് വർദ്ധിച്ചാണ് അവസാനം ഒരു സന്ദർഭം വരുമ്പോൾ ആത്മഹത്യയിലേക്ക് വ്യക്തികൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. തന്നെ തന്നെ ഇങ്ങനെ ഞാൻ നശിച്ചു, എനിക്കൊന്നിനും അതെല്ലാം സ്വയം ഉപദ്രവത്തിൻ്റെ പ്രവൃത്തികളാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നീ നിന്നെ ഉപദ്രവിക്കുന്നു എന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായൊരു കാര്യമാണ്. കാരണം ദൈവം വിലമതിക്കുന്ന നിന്നെ നീ സ്വയം വെറുത്ത് നീ തന്നെ നിനക്കെതിരായി തീർന്നിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ഒരു കാര്യം റേച്ചലിന് മനസ്സിലാക്കി കൊടുത്ത് അവളോട് നിന്നോട് സംസാരിക്കുന്നത് എന്താണ്? സത്യത്തിൽ നീ തന്നെയല്ലേ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഇങ്ങനെ നിന്നെ തകർക്കാമോ എന്ന ഒരു അവയർനെസ്സിലേക്ക് ഇവിടെ ആദ്യം കൊണ്ടുവരണം. അപ്പോൾ റേച്ചലിൻ്റെ മറ്റൊരു ചോദ്യം ഉയർത്താൻ സാധിക്കും. ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കും? ഞാൻ എങ്ങനെ ചിന്തിച്ചാലും അത് തീർച്ചയായിട്ടും എന്നെ തളർത്തുന്ന വിധത്തിലേ എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. ഇതായിരിക്കും റേച്ചലിൻ്റെ ഉത്തരം. ശരിയാണ്, റേച്ചലിനോട് പറയാനുള്ളത്, നീ എങ്ങനെ ചിന്തിച്ചാലും അത് നിന്നെ തളർത്തുന്ന വിധത്തിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിന് കാരണം ഞാൻ എങ്ങനെ ചിന്തിക്കണമെന്ന് നീ ചോദിക്കുന്നത് നിൻ്റെ ബുദ്ധിയോടാണ്. ബുദ്ധി തീർച്ചയായിട്ടും നിന്നോട് പറയും, ഇപ്പം നീ ചിന്തിക്കുന്നതാണ് ശരി, അങ്ങനെ ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റൂ എന്ന്. കാരണം ബുദ്ധിയിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സമാധാനം ഉണ്ടാകുന്ന വിധത്തിൽ ചിന്തിക്കുവാനുള്ള യാതൊരു തരത്തിലുള്ള വകുപ്പുകളും കിടപ്പില്ല. അപ്പം അതുകൊണ്ട് റേച്ചൽ ചെയ്യേണ്ടത് ആ ബുദ്ധിയിൽ നിന്ന് ഒരല്പം മുകളിലേക്ക് ഉയർന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഈ സംഭവത്തെ ഒന്ന് നോക്കിക്കാണാനായിട്ട് തയ്യാറാകുക. അതായത് പ്രശ്നം വന്നാൽ സങ്കടപ്പെടാനും ദുഃഖിക്കാനും മാത്രമേ ബുദ്ധിക്ക് അറിയുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഈ സംഭവത്തിലേക്ക് ഒന്ന് നോക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ വിശ്വാസം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ വിശ്വാസത്തിന് കണ്ണുകൊണ്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ ചേർത്ത് വെച്ച് ഈ കാര്യങ്ങൾ കാണുക, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാണുക. എന്തായിരിക്കും ഈശോ നമ്മളോട് നിന്നെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ഒക്കെ ഈശോ നിന്നോട് സംസാരിക്കും. റേച്ചലിനോട് പറയുവാനുള്ളത്, നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു കാര്യം, റേച്ചലും മനസ്സിലാക്കണം, വിവാഹം എന്ന് പറയുന്നത് ഇത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അനാദികാലം മുതലേ ദൈവം തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്. ദൈവത്തിൻ്റെ തീരുമാനത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. അപ്പോൾ ദൈവമാണ് ഈ ജെറിൻ ജോസഫിനെ ഭർത്താവായി റേച്ചലിന് നൽകിയത്. അപ്പം ദൈവ കൈകളിൽ നിന്ന് ഭർത്താവിനെ സ്വീകരിച്ച്
ഇത് ദൈവം കൊണ്ടു തന്നതാണ് എന്ന് വിശ്വസിച്ച് ഇത്രയും കഴിഞ്ഞാൽ ഈ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കാൻ ഈ 3 വർഷവും അനു കുറേ സഹിച്ചിട്ടുണ്ട്. ആ സഹനത്തിനെല്ലാം കർത്താവായ യേശുവിന് മുമ്പിൽ വലിയ വിലയുണ്ട്. കാരണം അത് ദൈവത്തോടുള്ള അനുസരണമാണ്. ദൈവമാണ് ഈ ജീവിത പങ്കാളിയെ നൽകിയിരിക്കുന്നത് കൊണ്ട് ഈ കുടുംബജീവിതം വിജയിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ നിർദ്ദേശമായതുകൊണ്ട് ഇവൾ ആ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം സഹനങ്ങൾ സഹിച്ചിട്ടുണ്ടോ, ഏതെല്ലാം ക്ഷമയിലൂടെ കടന്നു പോയിട്ടുണ്ടോ, അതെല്ലാം ദൈവസന്നിധിയിൽ വിലയേറിയ കാര്യമാണ്. അപ്പോൾ ഈ സഹനത്തിനെല്ലാം മീനിങ് ഉണ്ട് എന്ന കാര്യം ഇവരുടെ ബോധം മനസ്സിലേക്ക് കടന്നു വരും. മീനിങ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സഹനത്തിൻ്റെ രൂക്ഷത കുറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് കുറച്ച് മധുരം വരാൻ തുടങ്ങും. കാരണം ഇതിന് മീനിങ് ഉണ്ട്. എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഇത് വളരെയധികം വിലപ്പെട്ടൊരു കാര്യമാണ്. തന്നെയല്ല, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് സംഭവിച്ച കാര്യമായതുകൊണ്ട് ദൈവം ഇതിനെല്ലാം പ്രതിഫലം നൽകും. അപ്പോൾ ഇതിനെല്ലാം സമ്മാനമുണ്ട്. ഇത്തരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഉണ്ടായ വിഷമതകളിലൊക്കെ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു സമാധാനം പയ്യെ പടരാനായിട്ട് തുടങ്ങും.